അടുത്തത് ബിന്ദു പണിക്കരുടെ ശബ്ദമാണ്. പോടെ പട്ടി, എത്ര കാലമായിട്ട് നിന്റെ സൂക്കേട് മാറിയില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോ പാട്ടിനും ഡാൻസിനും ഒക്കെ ഞാൻ ഒന്നാമതായിരുന്നു. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്നെല്ലാരും എന്നെ സീലിംഗ് ബ്യൂട്ടി എന്നാ വിളിച്ചിരുന്നത്. ഞാനൊന്നും തേച്ചിട്ടില്ല. ജന്മനാ എനിക്കിങ്ങനെ നല്ല സൗന്ദര്യ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാണുന്നവർക്കൊക്കെ എന്റെ മുടിയെ കുറിച്ച് ചോദിക്കാനേ നേരുള്ളൂ. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. അടുത്തത് കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രമായിട്ടുള്ള ഡോറയാണ്. കൂട്ടുകാരി, ഞാനാണ് നിങ്ങളുടെ ഡോറ. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? അതെ, മഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ. ഉറക്കെ പറയൂ, മഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ. ആദ്യം നമ്മൾ മല കയറി, പിന്നെ നമ്മൾ തുരങ്കത്തിൽ കൂടെ പോയി. അതാ സ്റ്റേഷന്റെ ട്രാക്കുകളൊക്കെ കൊറനരി മോഷ്ടിക്കുന്നു. കൊറനരി മോഷ്ടിക്കരുത്, കൊറനരി മോഷ്ടിക്കരുത്, കൊറനരി മോഷ്ടിക്കേ ചെയ്യരുത്. അടിപൊളി. അടിപൊളിയാന്ന് പറഞ്ഞേ ആണോ? ഡോറ കാണാറുണ്ടോ? കറക്റ്റ് ആണോ? അടിപൊളി. ഡോറേനെക്കാട്ടിലും സൂപ്പർ. സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം. അടുത്തത് ജാനകി അമ്മയുടെ ഒരു പാട്ടാണ്. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ ശ്രമിച്ചു നോക്കാം. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ, മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ, രോമാഞ്ചം മൂടവേ. അടിപൊളി. കാട്ടുപൊളി, കാട്ടുപൊളി. അല്ല, കാട്ടുപൊളി, കാട്ടുപൊളി, കാട്ടുപൊളി.